അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളുടെ ജീവിതമാണ്. ഫാത്തിമ ബീബിയും അലിയാർ തങ്ങളും ജീവിച്ചിരുന്നത് കുടുംബ വീടിന്റെ സൈഡിൽ ഒരു ഷെഡിനകത്താണ്. സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് താമസിച്ചിരുന്നത് കുടുംബ വീടിന്റെ സൈഡിൽ ഒരു ഷെഡ് ഇങ്ങനെ വളച്ചു കെട്ടിയിട്ട് ആ ഷെഡിനകത്താണ് രണ്ടുപേരും ജീവിച്ചിരുന്നത്. വല്ലാത്ത പ്രയാസമായിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കഷ്ടപ്പെട്ടാണ് രണ്ടുപേരും ജീവിക്കുന്നത്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് ത്യാഗത്തോടു കൂടിയാണ് ജീവിച്ചത്. ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് പടച്ചവനെ, കലഹമുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഉമ്മയെയും മകനെയും പരസ്പരം തമ്മിലടിപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാണ്. കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെ കൂടപ്പിറപ്പുകളുമായി സന്തോഷത്തോടു കൂടി കുടുംബ വീട്ടിൽ കഴിയുമ്പോ ചില പെണ്ണുങ്ങൾ ചെന്നാ പടച്ചവനെ ഉമ്മയെയും മകനെയും രണ്ടാകുകയാണ്. പെങ്ങളെ പഠിക്കണം പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടവിടെ കഴിയുകയാണ്. ഒരു ദിവസം അലിയാർ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് അലിയാർ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, ഒരുപാട് കാലമായില്ലേ നമ്മൾ ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനാ ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? അലിയാർ തങ്ങൾ ഫാത്തിമ ബീബിയോട് ചോദിക്കുകയാണ്, സ്വന്തമായിട്ട് വീട് വെച്ച് മാറണ്ടേ ഫാത്തിമ? അലിയാർ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അലിയേ, എനിക്കും ആഗ്രഹമുണ്ട്, എനിക്കും സ്വന്തമായിട്ട് വീട് വെച്ച് മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയുവോ? വീടിനകത്ത് പട്ടിണി കിടക്കുന്നത് കാണുമ്പോ, തിന്നാ ഭക്ഷണമില്ലാതെ ഞാൻ ഈ വീടിനകത്ത് പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മയ്ക്ക് സഹിക്കുന്നില്ല അലിയേ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാണല്ലോ, ഞാൻ മുത്തുനബിയുടെ മകളാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് തിന്നാൻ ഭക്ഷണമില്ലാതെ വീടിനകത്ത് പട്ടിണി കിടക്കുന്നത് കാണും